നമസ്കാരം. ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി US രംഗത്തെത്തിയിരിക്കുകയാണ്. 10 വർഷത്തേക്ക് ഇറാനിലെ ചബഹാർ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇറാനുമായുള്ള ബിസിനസ് ഇടപാടുകൾ പരിഗണിക്കുന്ന ആരും ഉപരോധത്തിൻ്റെ അപകടസാധ്യതയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് അമേരിക്ക ആവർത്തിച്ചു. ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് ശേഷം ആളില്ലാ വിമാന നിർമ്മാണം ലക്ഷ്യമിട്ട് ഇറാനെതിരെ US പുതിയ ഉപരോധം പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനും ഇന്ത്യയും ഒരു കരാറിൽ ഒപ്പുവെച്ചതായി ഉള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾക്കറിയാം. ചബഹാർ തുറമുഖം സംബന്ധിച്ച സ്വന്തം വിദേശനയ ലക്ഷ്യങ്ങളെക്കുറിച്ചും സ്വന്തം ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യക്ക് സംസാരിക്കാമെന്നും ഇറാനുമായി ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കരാറിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞു. അമേരിക്കയുമായി ബന്ധപ്പെട്ട ഇറാനുമേലുള്ള US ഉപരോധം നിലനിൽക്കുമെന്ന് ഞാൻ പറയുന്നുവെന്നും ഞങ്ങൾ അവ നടപ്പിലാക്കുന്നത് തുടരും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്കെതിരായ ഉപരോധം ഉൾപ്പെടുത്തുന്നത് അർത്ഥമാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പട്ടേൽ പറഞ്ഞത്, വിശാലമായി ഇറാനുമായുള്ള ബിസിനസ് ഇടപാടുകൾ പരിഗണിക്കുന്ന ഏതൊരു സ്ഥാപനവും അവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ പല സന്ദർഭങ്ങളിലും ഇത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ സ്വയം തുറന്നു കാണിക്കുന്ന അപകടസാധ്യതയെക്കുറിച്ചും ഉപരോധത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അവർ അറിഞ്ഞിരിക്കണം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള കരാർ ടെഹ്റാനിൽ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും ചേർന്ന് ഒപ്പുവെച്ചു. ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഈ വർഷം ഏപ്രിലിൽ ചൈനയിൽ നിന്നുള്ള 3 കമ്പനികൾ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിലേക്കുള്ള വിതരണക്കാർക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇറാനിയൻ സൈന്യത്തിനു വേണ്ടി അനധികൃത വ്യാപാരത്തിനും ആളില്ലാ വിമാന കൈമാറ്റത്തിനും സൗകര്യമൊരുക്കിയതിന് ഇന്ത്യയിൽ നിന്നുള്ള 3 കമ്പനികൾ ഉൾപ്പെടെ 1 ഡസനിലധികം കമ്പനികൾക്കും വ്യക്തികൾക്കും കപ്പലുകൾക്കും US ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് ഇറാനിയൻ ആളില്ലാ വിമാനങ്ങൾ രഹസ്യമായി വിൽക്കുന്നതിനും ധനസഹായം നൽകുന്നതിനും ഈ കമ്പനികളും വ്യക്തികളും കപ്പലുകളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് US ട്രഷറി വകുപ്പ് ആരോപിച്ചു. ചബഹാർ തുറമുഖം ഷാഹിദ് ബെഹെഷ്തി തുറമുഖ ടെർമിനലിൻ്റെ പ്രവർത്തനത്തിനായി ഇന്ത്യയും ഇറാനും ദീർഘകാല കരാർ ഒപ്പിട്ടതിന് ശേഷം ചബഹാർ തുറമുഖം വഴി തീർച്ചയായും കൂടുതൽ നിക്ഷേപങ്ങളും കണക്ടിവിറ്റി ബന്ധങ്ങളും പുറത്തുവരുമെന്ന് തിങ്കളാഴ്ച വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയെയും മധ്യേഷ്യയെയും മികച്ച രീതിയിൽ ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ആ ഭാഗത്ത് കണക്ടിവിറ്റി ഒരു വലിയ പ്രശ്നമാണെന്ന് ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു. ചബഹാർ ഞങ്ങളെ മധ്യേഷ്യയുമായി ബന്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഏതായാലും ദീർഘകാലമായി ഇന്ത്യയുടെ സ്വപ്നമാണ് ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് കൈക്കലാക്കുക എന്നതും അവിടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതും. മുൻ സർക്കാരുകൾ പരാജയപ്പെട്ട ആ നീക്കത്തെ 2014 അധികാരത്തിലെത്തിയ മോദി സർക്കാരാണ് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ ഫലമായിട്ടാണ് 10 വർഷത്തെ കരാർ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ US-നെ ഇക്കാര്യത്തിൽ ഇന്ത്യ യാതൊരു കാരണവശാലും വകവെക്കാൻ സാധ്യതയില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.